വെൽക്കം ടു CSEB ആസ്പിരൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ്, PYQ സീരീസാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ അവൈലബിൾ ആവും, ഒന്ന് കാണുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, 1049/2024 എന്ന ചോദ്യപേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 76ാമത്തെ ചോദ്യമാണ് ഇന്ന് തുടങ്ങുന്നത് കേട്ടോ. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് ഈസ് ഡെൽറ്റ് വിത്ത് ഓൺലി. ഓപ്ഷൻ എ പറയണത് അറ്റ് ദ മെമ്പേഴ്സ് മീറ്റിംഗ്. പിന്നെ ബി പറയണത് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി. സി പറയണത് അറ്റ് ദ ലെവൽ ഓഫ് പ്രസിഡൻറ്റ്, അറ്റ് ദ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അതായത് ഡയറക്ടർ ബോർഡിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഏത് മീറ്റിങ്ങിലാണ്? ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ്സ് ഈസ് ഡെൽറ്റ് വിത്ത് ഓൺലി. എങ്ങനെയാണ്, ഏത് മീറ്റിങ്ങിലാണ് സാധാരണയായിട്ട്? ജനറൽ ബോഡി കൂടിയിട്ടാണ് അല്ലേ? അപ്പോൾ ജനറൽ ബോഡിയിൽ ആരെല്ലാമാണ് ഉണ്ടാവുക? മെമ്പേഴ്സ് തന്നെയാണ് ജനറൽ ബോഡിയിൽ അംഗങ്ങളായിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? അറ്റ് ദ മെമ്പേഴ്സ് മീറ്റിങ്ങിലാണ് ഡയറക്ടേഴ്സിനെ തീരുമാനിക്കുന്നത് എന്നാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. അറ്റ് ദ മെമ്പേഴ്സ് മീറ്റിങ്ങിലാണ് ഡയറക്ടേഴ്സിനെ തീരുമാനിക്കുന്നത്. സോ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്, കോപ്പറേറ്റീവിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡഡ് വിത്ത് ഫെസിലിറ്റീസ് ബൈ. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആരാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? NCCU ആണോ, NCDC ആണോ, SCU ആണോ, NCCF ആണോ? ആരാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്നാണ്. അതായത് കോപ്പറേറ്റീവിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ്സിൻ്റെ ചുമതല ആർക്കാണ്? NCDC ആണ് കേട്ടോ. ഓക്കെ, NCDC ആണ് അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ താഴെ കൊടുത്തിട്ടുള്ളത്. ദ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡഡ് വിത്ത് ഫെസിലിറ്റീസ് ബൈ NCDC. അപ്പോൾ NCDCയുടെ ഫോർമേഷൻ്റെ ഡേറ്റ് എന്നാണ്? അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. 1963 NCDC സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 1963 കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 13/3/1963 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ് കേട്ടോ. NCDCയുടെ ആക്ട് വന്ന വർഷം 1962. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണെന്ന് ഓർത്തിരിക്കണം. NCDC സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. NCDC സ്റ്റാർട്ടഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ. പിന്നെ എങ്ങനെയാണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെയർഹൗസിംഗ് ബോർഡ് എന്ന് പറഞ്ഞ NCDW ആണ് ആദ്യം ഫൗണ്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം അത് NCDC ആയിട്ട് ഫോം മാറുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുൻപത്തെ രൂപമാണ് എന്താ? 1956 സെറ്റ് ചെയ്ത നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ബോർഡാണ് പിന്നീട് NCDC ആയി തീർന്നത്. ഓക്കെ, അപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ബോർഡ് 1956 റെക്കമെൻഡ് ചെയ്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് കേട്ടോ. ആരാണ് റെക്കമെൻഡ് ചെയ്തത്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ NCDC ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. ക്രെഡിറ്റിനും മാർക്കറ്റിങ്ങിനും പ്രോസസ്സിങ്ങിനും എല്ലാം കൂടിയുള്ള ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രൊമോട്ട് ചെയ്യുന്ന, അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന. ഏതൊക്കെ തരത്തിലുള്ളത്? പ്രൊഡക്ഷന് വേണ്ടിയിട്ടും, കളക്ഷൻ, പ്രോസസ്സിങ്, മാർക്കറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജിന്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ഫുഡ് സ്റ്റഫ്സ്, പൗൾട്രി, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നതാണ് എന്ത്? NCDC എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഒരു പ്രോസസ്സിംഗ് ആൻഡ് നോൺ ക്രെഡിറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ ഇതെല്ലാം ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതും. അവർ ഗോഡൗൺസ് ഉണ്ടാക്കാൻ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അതിനാണ് കൂടുതലും. ടു ബിൽഡ് ഗോഡൗൺ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഗോഡൗൺസും ആ തരത്തിലുള്ള സംഭവങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജനറൽ കൗൺസിലുണ്ട്. ജനറൽ കൗൺസിലിന് എത്ര മെമ്പേഴ്സാണ്? 51 മെമ്പേഴ്സാണ് ജനറൽ കൗൺസിലുള്ളത്. NCDCയുടെ ജനറൽ കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 51 കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ NCDCയെ ബന്ധപ്പെട്ട, പിന്നെ മിനിമം സപ്പോർട്ട് സിസ്റ്റം NCDCയെ ബന്ധപ്പെട്ടതാണ്. ICDP പ്രോജക്റ്റ് NCDCയെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ NCDC ആയിട്ടുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഫോർമേഷൻ്റെ ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ്, സ്പിന്നിങ് മിൽസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. അതായത് കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആരാണ്? NCDC ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ
അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ദ കൺട്രി ഫോർ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നമുക്കറിയണതാണല്ലേ. ആരാണ് അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ദ കൺട്രി ഫോർ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്? ഒറ്റ ഉത്തരേ ഉള്ളൂ. ഓപ്ഷൻസ് നോക്കേണ്ട കാര്യം കൂടി ഇല്ല. ഓപ്ഷൻസ് കറക്റ്റായിട്ട് നമുക്ക് അറിയുന്നതാണ്. നബാർഡാണ്. ഓക്കെ, അപ്പെക്സ് ബാങ്കാണ് പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ നബാർഡ്. അപ്പോൾ നബാർഡ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നമുക്ക് ഉണ്ടാവില്ല. നബാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. നബാർഡിനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എല്ലാം നോക്കണം. എന്നാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡേറ്റ്? 12 ജൂലൈ 1982. ഒരു ആക്ട് പാർലമെൻറ്റിൽ 1981 ഒരു ആക്ട് പ്രകാരമാണ് ഈ നബാർഡിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് 12 ജൂലൈ 1982 അണ്ടർ ആക്ട് ഓഫ് പാർലമെൻറ്റ് 1981 ആക്ട് പ്രകാരം കേട്ടോ. നബാർഡാണ് ഇന്ത്യയിലെ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1982 അണ്ടർ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ദ സർവീസ് ഓഫ് ദ നേഷൻ ബൈ ആരാണ്? ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് 5 നവംബർ 1982 ഇത് രാജ്യത്തിന് സമർപ്പിച്ചത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. 31 റീജിയണൽ ഓഫീസുകളും 2 ഡിപ്പാർട്ട്മെൻറ്റുകളും 6 ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റും അടങ്ങുന്നതാണ് നബാർഡിൻ്റെ ഭരണ ഒരു ഘടന എന്ന് പറയുന്നത്. 31 റീജിയണൽ ഓഫീസേഴ്സും 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് 6 ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നബാർഡിന് ഉണ്ട്. അപ്പം നബാർഡ് ഈസ് അപ്പെക്സ് ബാങ്ക് ഓഫ് റൂറൽ ക്രെഡിറ്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി ഇൻ ഇന്ത്യ. ഓക്കെ, മെയിൻ റീഫിനാൻസിങ് ഏജൻസിയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് എന്ത് നബാർഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ചെയർമാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമകൃഷ്ണ അയ്യയാണ്. ആര് ഫസ്റ്റ് ചെയർമാൻ? നബാർഡിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? രാമകൃഷ്ണ അയ്യയാണ്. അപ്പം നബാർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷൻ എന്താണ്? ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നാഷൻ ഫോർ ഫോസ്റ്ററിങ് റൂറൽ പ്രോസ്പെറിറ്റി എന്ന് പറയാം കേട്ടോ. ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നാഷൻ ഫോർ ഫോസ്റ്ററിങ് റൂറൽ പ്രോസ്പെറിറ്റി ആരുടെ വിഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബാർഡിൻ്റെ വിഷനാണ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനീഷ്യൽ ക്യാപിറ്റൽ 100 കോടിയായിരുന്നു അന്ന്. അത് തുടങ്ങുന്ന സമയത്ത് ഇനീഷ്യൽ ക്യാപിറ്റൽ 100 കോടിയായിരുന്നു. ജോയിൻ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് തുടങ്ങിയത്. RBIയും ഗവൺമെൻറ്റും കൂടി 50 കോടി അങ്ങനെ. ഇനീഷ്യൽ ക്യാപിറ്റൽ ഓഫ് നബാർഡ് വാസ് 100 crores ജോയിൻ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ബൈ RBI ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബൈ 50 crores ഈച്ച്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 30,000 ക്യാപിറ്റലിൽ എത്തി നിൽക്കുന്നു. 30,000 കോടി കേട്ടോ. 30,000 കോടി ക്യാപിറ്റലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് 100% ഷെയറും ഹോൾഡ് ചെയ്യുന്നത്. ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. 100% ഷെയറും ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. നബാർഡ് ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. B. ശിവരാമനായിരുന്നു ചെയർമാൻ കേട്ടോ. അപ്പോൾ ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് പൂർണ്ണരൂപം. ചെയർമാൻ B. ശിവരാമനായിരുന്നു. അപ്പോയിൻറ്റ് ചെയ്യുന്നത് RBI ആണ്. 1979 മാർച്ച് 30 ഈ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പോയിൻ്റൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്രാഫിക്കാർഡ് നബാർഡ് ഫോം ചെയ്യുന്നത് ക്രാഫിക്കാർഡിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. B. ശിവരാമനായിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ളത്. അപ്പോയിൻറ്റ് ചെയ്യുന്നത് RBI ആണ്. 1979 മാർച്ച് 30 അപ്പോയിൻറ്റ് ചെയ്തത്. കമ്മിറ്റി റിപ്പോർട്ട് 30 ജനുവരി 1981 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റീനെ ശിവരാമൻ കമ്മിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ കമ്മിറ്റിയിലെ മറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ VVK റാവു, M. രാമകൃഷ്ണ അയ്യ, പിന്നെ MR ഷറോഫ്, HS ശിവഗാമി ഇവരൊക്കെയായിരുന്നു ഈ ഒരു കമ്മിറ്റിയിലെ മെമ്പേഴ്സ് കേട്ടോ. അപ്പോൾ റെക്കമെൻഡേഷൻസ് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ നബാർഡിൻ്റെ ഫോർമേഷൻ തന്നെയാണ്. പിന്നെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഗ്യാരണ്ടി ഫോർ കോപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ളത് ഡെവലപ്പ് ചെയ്യണം. റീഓർഗനൈസ് ചെയ്യണം RRBസിനെ. ഇന്ത്യയിലുള്ള RRBസിനെ എല്ലാം റീഓർഗനൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ എൻകറേജ് ദ ഫങ്ഷൻസ് ഓഫ് അഗ്രികൾച്ചറൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ എൻകറേജ് ചെയ്യണം എന്നൊക്കെ മറ്റു പല റെക്കമെൻഡേഷൻസും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നബാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഈ ശക്തി പൈലറ്റ് പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നബാർഡ് ഡിജിറ്റലൈസേഷൻ ഓഫ് നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, SHGs. ആ SHGസിനെ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള പ്രൊജക്റ്റാണ് ഈ ശക്തി എന്ന് പറയുന്ന പ്രൊജക്റ്റ് കേട്ടോ.
അപ്പോൾ SHG ഇൻട്രൊഡ്യൂസ് ചെയ്തതും നബാർഡ് തന്നെയാണ്. അത് 1992 കേട്ടോ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1992 ഈ ശക്തി ലോഞ്ച് ചെയ്തത് 15 മാർച്ച് 2015 ഈ ശക്തി 2015 ഓർത്തിരിക്കുക. SHG എന്നാണ് 1992 ഓർത്തിരിക്കുക. നബാർഡ് അതുപോലെ തന്നെ JLGനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് ആണ് JLG എന്ന് പറഞ്ഞാൽ. നബാർഡ് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. JLG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ്. അപ്പോൾ ഇതൊക്കെ നബാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് ചോദ്യം വരുന്നത്, The need for professional management in cooperatives is mainly for. പ്രൊഫഷണൽ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം കോപ്പറേറ്റീവ്സിൽ. ഓപ്ഷൻ എ പറയണത് കോപ്പറേറ്റീവ് ഡെമോക്രസി, പിന്നെ ബി പറയണത് റേഷണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, സി പറയണത് എഫക്റ്റീവ് മെമ്പർ റെപ്രസെൻറ്റേഷനാണ്, ഡി പറയണത് പ്രൈവറ്റ് പ്രോഫിറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കോപ്പറേറ്റീവ്സിൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തിനാണ്? റേഷണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇത്തിരി കൂടി എളുപ്പമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ്, റേഷണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കോപ്പറേറ്റീവ്സിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, The levy charged by the government from private mill owners എന്നുള്ള ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന ലെവി to constitute a fund called dash for the development of handloom and khadi industries from which rebate is also paid. അപ്പോൾ ഈ ഫണ്ടിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചത്. അതായത് ഖാദി ആൻഡ് ഹാൻഡ്ലൂം ആൻഡ് ഖാദി ഇൻഡസ്ട്രീസ് എന്ന് ഈ ലെവി ഗവൺമെൻറ് ചാർജ് ചെയ്യുന്നത് പ്രൈവറ്റ് മില്ലോണേഴ്സിൽ നിന്നാണ് കേട്ടോ. പ്രൈവറ്റ് മില്ലോണേഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് റിബേറ്റ് കൊടുക്കാനും അവരുടെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഫണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അത് ഏത് ഫണ്ടാണ്? സെസ് ഫണ്ടാണ് കേട്ടോ. സെസ് ഫണ്ട് എന്നാണ് അങ്ങനെ ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഉത്തരം എന്താണ്? സെസ് ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫണ്ടുകളൊക്കെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ട് കടന്നു വരാറുണ്ട് ചോദ്യങ്ങൾക്ക് അല്ലേ. സെസ് ഫണ്ട്, ത്രിഫ്റ്റ് ഫണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഹാൻഡ്ലൂം വീവേഴ്സ് അസോസിയേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെയാണ്? അത് 2 ടയറാണ്. അപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്യണത് ഹാൻഡ്ലൂം സൊസൈറ്റീസ് പ്രൊഡ്യൂസർ സൊസൈറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. ഹാൻഡ്ലൂം സൊസൈറ്റീസ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രൊഡ്യൂസർ സൊസൈറ്റിയാണ് കേട്ടോ. അവർക്ക് 2 ടയറാണുള്ളത്. മേലെയുള്ളത് ഹാൻഡെക്സ് വരും. അപ്പെക്സ് ലെവലിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്? ഹാൻഡെക്സ് ആണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റീസ് പ്രൈമറി ലെവലിലും വരുന്നുണ്ട്. അങ്ങനെ 2 ടയറാണ്. അപ്പോൾ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ്സിൻ്റെ ടയർ എങ്ങനെയാണ്? 2 ടയറാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. മുകളിൽ ഹാൻഡെക്സ് ആണ് അപ്പെക്സ് ലെവലിൽ വരിക, താഴെ പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റീസാണ് താഴെ വരുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് സംഭവം? ഫസ്റ്റ് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ് മലബാറിലാണ് കേട്ടോ. 1922 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാൻഡ്ലൂം സൊസൈറ്റി ഇന്ത്യയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ കാഞ്ചീപുരം ഹാൻഡ്ലൂം സൊസൈറ്റിയാണ് ആദ്യത്തെ ഇന്ത്യയിലുള്ള ഹാൻഡ്ലൂം സൊസൈറ്റി. കാഞ്ചീപുരം ഹാൻഡ്ലൂം സൊസൈറ്റിയാണ്. കേരളത്തിൽ, അതായത് മലബാറിലാണ് ആദ്യമായിട്ട് 1922 പുതിയത് ഫസ്റ്റ് ഉള്ളത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCDCയും നബാർഡും ഒക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവർ വർക്കിംഗ് നടക്കുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇവർ, 9 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഉള്ളത്. അവരാണ് പ്രവർത്തനം നടക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ഓൾസോ അഡ്മിറ്റഡ് ആസ് എ മെമ്പർ. ഇവരിൽ ആര് മെമ്പറാണ്? സ്റ്റേറ്റും ലോക്കൽ ഗവൺമെൻറ്റും എല്ലാം മെമ്പേഴ്സാണ് ഈ ഒരു ബോർഡിൽ. അതായത് പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ സ്റ്റേറ്റും ലോക്കൽ ഗവൺമെൻറ്റും എല്ലാം മെമ്പേഴ്സാണ്. ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി, അങ്ങനെ ചോദ്യം കാണാറുണ്ട്. ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1940 ഹാൻഡ്ലൂം സെക്ടറിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അത് ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി. അപ്പോൾ അത് ഹാൻഡ്ലൂം സെക്ടറുമായി ബന്ധപ്പെട്ടതാണ് ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി. ഫസ്റ്റ് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ് മലബാറിലാണെന്ന് നമ്മൾ പറഞ്ഞു.
കമ്മിറ്റി ഓൺ ഹാൻഡ്ലൂം സെക്ടർ എന്ന് അറിയപ്പെടുന്നത് ബി ശിവരാമൻ കമ്മിറ്റീനാണ് കേട്ടോ. ബി ശിവരാമൻ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ ഹാൻഡ്ലൂം സെക്ടർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാൻഡ്ലൂം സൊസൈറ്റി ഇന്ത്യയിൽ പറഞ്ഞു, കാഞ്ചീപുരം ഹാൻഡ്ലൂം ആണെന്ന് പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെസ് ഫണ്ട്, പിന്നെ അതുപോലെ തന്നെ ത്രിഫ്റ്റ് ഫണ്ട്, കോമൺ ഫെസിലിറ്റി സെൻറ്റേഴ്സ്, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഈ ഹാൻഡ്ലൂം സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. ത്രിഫ്റ്റ് ഫണ്ട് ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ടുള്ളതും സെസ് ഫണ്ട് റിബേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ചോദിച്ചത്. റിബേറ്റ് കൊടുക്കുന്ന ഫണ്ട് ഏതാണെന്ന് ചോദിച്ചത്, അതാണ് ഇപ്പോൾ ചോദ്യം വന്നത്. അതായത് പ്രൈവറ്റ് ഓണേഴ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ഇവർക്ക് റിബേറ്റ് കൊടുക്കുന്നുണ്ട്. ആ റിബേറ്റ് കൊടുക്കുന്ന ഫണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സെസ് ഫണ്ട്. സെസ് ഫണ്ടാണ് റിബേറ്റ് കൊടുക്കുന്നത്. ത്രിഫ്റ്റ് ഫണ്ട് എന്തിനാണ്? ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ടാണ് ത്രിഫ്റ്റ് ഫണ്ട് ഉപയോഗിക്കുന്നത്. സെസ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. 1953 കാലഘട്ടത്തിലാണ് ഈ ഒരു സെസ് ഫണ്ടിൻ്റെ തുടങ്ങിയത്. സെസ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ഇറ്റ് ഈസ് ആൻ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ഓൺ മിൽ മെയ്ഡ് ക്ലോത്ത് വാസ് ലെവീഡ് ആൻഡ് ദിസ് ഈസ് നോൺ ആസ് സെസ് ഫണ്ട്. ദിസ് ഫണ്ട് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. ദ റിബേറ്റ് ടു ദ കൺസ്യൂമേഴ്സ് ഈസ് ഗിവൺ ബൈ ദ ഗവൺമെൻറ് ഔട്ട് ഓഫ് ദിസ് ഫണ്ട്. ഈ ഫണ്ട് നിർത്തിയിട്ടാണ് റിബേറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ഫണ്ട് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ഖാദി ഇൻഡസ്ട്രി. സെസ് ഫണ്ട് പോളിസി എനേബിൾസ് ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു കോമ്പീറ്റ് വിത്ത് മിൽ മെയ്ഡ് ക്ലോത്ത്സ്. സുസ്മാൻ സ്കീം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹാൻഡ്ലൂം സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ് സുസ്മാൻ സ്കീം എന്നുള്ളത്. അപ്പോൾ സെസ് ഫണ്ട് തുടങ്ങിയത് 1953 ഒരു അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി മില്ലിൽ നിന്ന് ആ ഒരു ഫണ്ടാണ് സെസ് ഫണ്ടായിട്ട് എടുക്കുന്നത്. ആരാണിത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് ഇവർക്ക് ഈ റിബേറ്റ് നിർത്തി കൊടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സുസ്മാൻ സ്കീം ഇമ്പോർട്ടൻ്റ് ആണ്, ഇവരുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയാണ് ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി. ശിവരാമൻ കമ്മിറ്റി ഹാൻഡ്ലൂം സെക്ടറിലുള്ളൊരു കമ്മിറ്റി തന്നെയാണ് ശിവരാമൻ കമ്മിറ്റി. അതിനെ ആലോചിക്കണം. പിന്നെ അതേപോലെ തന്നെ ആലോചിക്കേണ്ടത് ഫസ്റ്റ് ഹാൻഡ്ലൂം മലബാറിലാണ് 1922 കേരളത്തിൻ്റെ കേസിലാണെങ്കിൽ. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ കാഞ്ചീപുരമാണ് കേട്ടോ ഹാൻഡ്ലൂം സൊസൈറ്റി ഫസ്റ്റായിട്ട് വന്നത്. അപ്പോൾ ഒരു ബേസിക് ഫാക്റ്റാണ് ഇതൊക്കെ, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇൻ്റർ സ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി വർക്കിംഗ് ഇൻ ദ കൺട്രി ഫോർ ദ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് വേണ്ടിയിട്ടുള്ളത് നാഫ്സ്കോബ് ആണോ, ക്യാംകോ ആണോ, NCBA ആണോ, നാഫിക്സ് ആണോ? അപ്പോൾ ബാക്കിയൊക്കെ വേറൊരു ലെവലിലുള്ളതാണ്. ഇൻ്റർ സ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, ക്യാംകോ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ക്യാംകോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ക്യാംകോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ക്യാംകോ രജിസ്റ്റർ ചെയ്യുന്നത് പ്രവർത്തനം 1973 വർഷം കേട്ടോ. ക്യാംകോയുടെ വർഷം 1973 രജിസ്റ്റർ ചെയ്യുന്നത് ജൂലൈ 11 1973 ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മാംഗ്ലൂരാണ് കേട്ടോ. ഏരിയ ഓഫ് ഓപ്പറേഷൻ കേരളം മാത്രമല്ല കർണാടകയുണ്ട്. കേരളത്തിലുമുണ്ട് കർണാടകയിലുമുണ്ട്. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും സംയുക്തമാണ് ക്യാംകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫൗണ്ടർ പ്രസിഡന്റ് ശ്രീ വാരണാസി സുബ്ബരയ്യ ഭട്ടാണ് ഫൗണ്ടർ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ക്യാംകോ ചോക്ലേറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചോക്ലേറ്റ് മാനുഫാക്ചറിങ് ഫാക്ടറി ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. ചോക്ലേറ്റ് ഫാക്ടറിങ് ഉണ്ട്, ധാരാളം ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് സജീവമായിട്ട് വർക്ക് ചെയ്യുന്നത്. ക്യാംകോയിൽ ഒരുപാട്, അതായത് ജോയിൻറ്റ് വെഞ്ചർ ഓഫ് കേരള ആൻഡ് കർണാടകയാണെന്ന് ആലോചിക്കുക. 1973 വർഷം ആലോചിക്കുക. പിന്നെ മാംഗ്ലൂരാണ് ആസ്ഥാനം എന്ന് പ്രധാനമായിട്ട് ആലോചിക്കുക. പിന്നെ പ്രോഡക്ട്സ് സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ, ചിലപ്പോഴൊക്കെ പ്രോഡക്ട്സ് കാണാറുണ്ട്. ചോക്ലേറ്റ് ബാർസ് ഉണ്ട്, ക്യാംകോ ക്രീം, എക്ലെയർ, ചോക്ലേറ്റ് ഗിഫ്റ്റ് ബോക്സ്, ചോക്ലേറ്റ്, ഇങ്ങനത്തെ ഇതൊന്നും ചോദിക്കില്ല. ഇതൊക്കെ സിമ്പിളായ കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ. പിന്നെ ഈ മംഗള സുപരി എന്ന് പറഞ്ഞിട്ടൊരു ക്യാംകോയുടെ ഒരു കൺസ്യൂമർ പാക്കേജ്, ചെറിയ മംഗള സുപരി എന്ന് പറഞ്ഞിട്ട്. ക്യാംകോ ചോക്ലേറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ക്യാംകോ. പിന്നെ കോപ്പർ സൾഫേറ്റ് മാനുഫാക്ചർ ഫാക്ടറി ഉണ്ട് സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. കോപ്പർ സൾഫേറ്റ് മാനുഫാക്ചറിങ്, കോപ്പർ സൾഫേറ്റ് അതായത് ഈ പ്ലാന്റേഷനിലും അങ്ങനത്തെ കാര്യം ഇൻസെക്ട്സിനൊക്കെ മരുന്നടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതില്ലേ, അപ്പോൾ ആ ഒരു മേഖലയിലും ഇവരുടെ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ പൂജാനിധി എന്ന് പറഞ്ഞിട്ട് ക്യാംകോയെ ബന്ധപ്പെട്ടതാണ് പൂജാനിധി. അതുപോലെ തന്നെ ഈ മംഗള സുപരി ചോദിച്ചു കണ്ടിട്ടില്ല, അതൊക്കെ ക്യാംകോടെയാണ്, അതൊന്ന് ഓർത്തിരിക്കുക. പൂജാനിധി ക്യാംകോടെയാണ്. ഇതൊരു ഇൻ്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണെന്ന് ഓർത്തിരിക്കുക.
പിന്നെ ഇപ്പോൾ റബ്ബർ, അതായത് കുറച്ച് അടുത്ത കാലം 2010 മുതൽ ആ ഒരു കാലഘട്ടത്തിൽ റബ്ബറിൻ്റെ മേഖലയിലേക്കും റബ്ബറിൻ്റെ പ്രൊക്യൂർമെൻറ്റും പ്രോഡക്ട്സിലേക്കൊക്കെ ക്യാംകോ കടന്നിട്ടുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് ഒരുപാട് ധാരാളം പ്രോഡക്ട്സ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ എല്ലാവരും. അപ്പോൾ അതേപോലെ തന്നെ ക്യാംകോയും പുതിയ പുതിയ പ്രോഡക്ട്സിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ക്യാംകോയുടെ വർഷം പഠിക്കുക 1973 പഠിക്കുക, മാംഗ്ലൂർ പഠിക്കുക, ഏരിയ ഓഫ് ഓപ്പറേഷൻ കേരളവും കർണാടകയാണ്, ശ്രീ വാരണാസി സുബ്ബരയ്യ ഭട്ടിനെ ആലോചിക്കുക പഠിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പ്രോഡക്ട്സ് മംഗല സുബരി, അതുപോലെ തന്നെ പൂജാനിധി, വേറെയും പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ, പ്രധാനപ്പെട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലിമിറ്റഡ് ടു. എത്രയാണ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി? ലിമിറ്റ് ചെയ്യുന്നത് 15 അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം 15. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കെയിം ഇൻ ടു എക്സിസ്റ്റ്. ഏത് വർഷമാണ് നമ്മുടെ കേരള കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നത് എന്നതാണ് ചോദ്യം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്ന വർഷം 1970 കേട്ടോ. 1970. അത് ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ SCU ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തെല്ലാം ഓർക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പെട്ടെന്ന് ഓർക്കേണ്ടത്? 1970 ഓർക്കണം. അതിൻ്റെ കൂടെ 21 നവംബറും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. 21 നവംബർ 1970 എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ എത്ര മെമ്പേഴ്സാണുള്ളത്? 23 മെമ്പേഴ്സാണുള്ളത്. ക്വാറം 12. അവരുടെ മന്ത്ലി പബ്ലിക്കേഷൻ പ്രധാനപ്പെട്ടതല്ലേ, സഹകരണ ജേണൽ, അത് ഓർക്കണം. പിന്നെ SCU ആണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ സെക്ഷൻ 89 പ്രകാരമാണ് ഇവർ രൂപം കൊള്ളുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്. സമസ്ത സഹകരണ ഭവൻ എന്നതാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ നോൺ ഒഫീഷ്യൽ ബോഡി എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ആരാണ് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി? അഡീഷണൽ രജിസ്ട്രാറാണ് കേട്ടോ. അഡീഷണൽ രജിസ്ട്രാറാണ് സെക്രട്ടറി ഓഫ് SCU എന്നറിയപ്പെടുന്നത്. അത് പ്രധാനമാണ്. പിന്നെ അഫിലിയേഷൻ ഫീ പേയബിൾ ആർക്കാണ് കൊടുക്കേണ്ടത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അഫിലിയേഷൻ ഫീസ് അടയ്ക്കണം. മിനിമം അഫിലിയേഷൻ ഫീസും മാക്സിമം അഫിലിയേഷൻ ഫീസൊക്കെ നമ്മൾ നോക്കാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം. പിന്നെ ഫസ്റ്റ് ചെയർമാൻ PG മേനോനാണ്. ഫസ്റ്റ് പ്രസിഡൻറ്റ് KR ഇളങ്കത്താണ് എന്നൊക്കെ ഓർത്തിരിക്കണം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ 89, 90, 91 സെക്ഷനിലൊക്കെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കുറേ പഠിക്കാനുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും CCUവിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയുണ്ട് റൂളും സെക്ഷനും അധികം വരുന്നില്ല, റൂളാണ് ഒരുപാട് വരുന്നത്. അപ്പോൾ അത് വാസ്റ്റാണ്. അപ്പോൾ അതിന്നൊക്കെ ധാരാളം ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് 1970 നമ്മൾ പഠിക്കുക. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് തുടക്കക്കാരാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. കുറച്ച് പഠിച്ച് പോവുക. എന്നും കുറച്ച് പഠിക്കുമ്പോൾ നമുക്കത് തീർക്കാൻ പറ്റും കേട്ടോ. അടുത്തത് വാംനികോ ആണോ ചോദിച്ചിട്ടുള്ളത്? വാംനികോ, പൂനെ ആസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്ന വാംനികോം ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദ്യം. ആരാണ് വാംനികോം എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദ്യം. ആരാണ് വാംനികോം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? NCUAയുടെ നേതൃത്വത്തിലാണ് വാംനികോം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. NCUA ആണ് അതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വയ്ക്കണം. പിന്നെ അതിൻ്റെ ഫുൾ നെയിം എന്താണ്? വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നതാണ് വാംനികോം. 1967 സീനിയർ ലെവൽ ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് വാംനികോം. സീനിയർ ലെവൽ ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനം ഏതാണ്? വാംനികോം ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? പൂനെയാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. വാംനികോം ഈസ് ദ അപ്പെക്സ് ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ദ ഹയസ്റ്റ് കോപ്പറേറ്റീവ് ഡിഗ്രി അവർ കൊടുക്കുന്നതാണ് DCBM എന്ന് പറഞ്ഞ ഡിഗ്രി. പിന്നെ വാംനികോം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഒരു കോപ്പറേറ്റീവ് കോളേജ് ആയിട്ടാണ് 1947 കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് മാറുന്നത് കേട്ടോ. കോപ്പറേറ്റീവ് പ്രോസ്പെക്റ്റീവ് എന്നത് ആരുടെ പബ്ലിക്കേഷനാണ്? വാംനികോമിൻ്റെ പബ്ലിക്കേഷനാണ്. ഇങ്ങനെ ഒരു ഐഡിയ തുടക്കത്തിൽ ഇങ്ങനെ ഒരു കോളേജൊക്കെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ VL മേത്തയും LM ജോഷിയും അവരുടെ വർക്കിംഗ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു പിന്നിലുള്ളത്. അപ്പോൾ 1967 ഓർക്കണം.
പൂനെ മഹാരാഷ്ട്ര ഓർക്കണം. പിന്നെ ഈ ഒരു കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ് എന്നുള്ള സംഭവം പ്രധാനപ്പെട്ടതാണ്, അതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് NCUA ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, നാഷൻ വൈഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റിംഗ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ടു അനദർ. അത് NEFT ആണോ, RTGS ആണോ, പിഗ്മി ആണോ, ATM ആണോ ചോദിച്ചിട്ടുണ്ട്. പിഗ്മി അറിയാം, ഒരു സ്മോൾ സേവിങ്സ് ഡെപ്പോസിറ്റിയാണ് പിഗ്മി ഡെപ്പോസിറ്റ് എന്ന് പറയാം. ചെറിയ കുറി പോലത്തെ നിക്ഷേപങ്ങളില്ല, അതാണ്. ATM പിന്നെ നമുക്ക് അറിയണതാണ്. RTGSും NEFTയും ഒരേപോലെ തന്നെയാണ്. നാഷൻ വൈഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റിംഗ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ അനദർ എന്ന് പറഞ്ഞാൽ അത് NEFT ആണ് കേട്ടോ. NEFT ആണ് നാഷൻ വൈഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ 85 ഈ ഒരു ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.